2025 ജൂൺ മാസം 8-ാം തീയതി ഞായറാഴ്ചയിലെ വേദഭാഗങ്ങളാണ് ദിവ്യമന്നായുടെ ഈ ലക്കത്തിൽ ധ്യാനിക്കുന്നത്. ഇന്നത്തെ ധ്യാനം ഏവർക്കും പ്രയോജനകരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉയിർപ്പിന് ശേഷമുള്ള 50-ാം ദിവസമായ ഇന്ന് സഭ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കുന്നു. ഇന്ന് പരിസ്ഥിതി ഞായറായും വേർതിരിച്ചിരിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം പരിശുദ്ധാത്മാവെ ഞങ്ങളെ പുതുക്കുക എന്നതാണ്. യേശുവിൻ്റെ ഉയിർപ്പിന് ശേഷമുള്ള 50-ാം ദിവസം ക്രിസ്തുവിശ്വാസികൾ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കുമ്പോൾ, യഹൂദർ പെസഹായ്ക്ക് ശേഷമുള്ള 50-ാം ദിവസം വിളവെടുപ്പ് പെരുന്നാൾ ആചരിക്കുന്നു. എല്ലാ വർഷവും ജൂൺ മാസം 2-ാം ഞായറാഴ്ച പരിസ്ഥിതി ദിനമായി സഭ വേർതിരിച്ചിരിക്കുന്നു. ഈ വർഷത്തെ പെന്തക്കോസ്ത് പെരുന്നാളും പരിസ്ഥിതി ഞായറും ഒരു ദിവസം തന്നെ വരുമ്പോൾ ഇന്നത്തെ ചിന്താവിഷയത്തിൻ്റെ വിശാലമായ ദർശനമാണ് നമുക്ക് കാണാൻ കഴിയുക. പെന്തക്കോസ്തിനെ കുറിച്ചുള്ള ഒരു പാരിസ്ഥിതിക വീക്ഷണം സ്വീകരിക്കുവാൻ ഇന്നത്തെ ധ്യാനം സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് ആത്മീയ നവീകരണത്തിൻ്റെ ആഘോഷം മാത്രമല്ല, ഭൂമിയുമായുള്ള മനുഷ്യരാശിയുടെ ബന്ധത്തിൻ്റെ ആഴത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെയാണെന്നും നമ്മെ പാരിസ്ഥിതിക അവബോധത്തിലേക്കും പ്രവർത്തനത്തിലേക്കും വിളിക്കുന്നുവെന്നും തിരിച്ചറിയുവാൻ സർവശക്തൻ സഹായിക്കട്ടെ. ഈ വർഷം മാർത്തോമാ സഭയുടെ എക്കോളജിക്കൽ കമ്മീഷൻ ആഹ്വാനം ചെയ്യുന്ന പ്ലാസ്റ്റിക് രഹിത പ്രാദേശിക ഇടങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നമുക്കും പങ്കാളികളാകാം. ഇന്നത്തെ 1-ാം പാഠമായ യോവേൽ പ്രവചനം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തൻ്റെ ആത്മാവിനെ എല്ലാവരുടെയും മേൽ പകരും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. യോവേലിൻ്റെ പ്രവചനം ഒരു പാരിസ്ഥിതിക ദുരന്തത്തോടുള്ള പ്രതികരണം ആയാണ് വരുന്നതെന്ന് 26-ാം വാക്യത്തിൽ നിന്നും അനുമാനിക്കാം. ഭൂമിയെ പുനഃസ്ഥാപിക്കുന്നതിനും മഴ പെയ്യിക്കുന്നതിനും ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും സമൃദ്ധി പുതുക്കുന്നതിനുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഇന്നത്തെ വേദഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. 28-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന ആത്മാവിൻ്റെ പകരൽ പെന്തക്കോസ്ത് ദിനം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിനെ അനുസ്മരിപ്പിക്കുന്നു. ആത്മാവ് പകരപ്പെടുന്നത് ഒരു ആത്മീയ സംഭവം മാത്രമല്ല, ഭൂമിയെ പുതുക്കുന്ന ദൈവത്തിൻ്റെ വേലയിൽ പങ്കെടുക്കുവാനുള്ള ആഹ്വാനവും ആണ്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ 2-ാം പാഠം. ക്രിസ്തു സഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കം അടയാളപ്പെടുത്തുന്ന ദിവസമായ പെന്തക്കോസ്തിൽ ശിഷ്യർ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതിന് വിവരണമാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. ഈ സംഭവത്തെ സഭയുടെ ജനന ദിവസമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഇതിനു മുൻപ് വിശ്വാസികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ സഭ എന്ന് വിളിക്കുന്ന ഏകീകൃതവും ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടതുമായ ഒരു രൂപം ഇല്ലായിരുന്നു. സഭ വെറും ഒരു സ്ഥാപനമല്ല, മറിച്ച് ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ദൗത്യം തുടരുവാൻ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട ജീവനുള്ള ഒരു സമൂഹമാണ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ലേഖന ഭാഗം വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാകുന്നു. ഈ ഭാഗത്ത് ജഡപ്രകാരമുള്ള ജീവിതവും അതിൻ്റെ ദോഷഫലങ്ങളും ചൂണ്ടിക്കാണിച്ച ശേഷം ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ നന്മ വിവരിക്കുന്നു. പഴയ ജഡരീതി നിരസിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട പുതിയ ജീവിതം സ്വീകരിക്കുവാനുമാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗമായ വിശുദ്ധ യോഹന്നാൻ 16-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലാണ് നാം കാണുന്നത്. യോഹന്നാൻ 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ക്രിസ്ത്യ വിശ്വാസത്തെയും ആചാരത്തെയും രൂപപ്പെടുത്തിയ ദൈവശാസ്ത്രപരവും അജപാലനപരവുമായ വിഷയങ്ങളാണ് ഈ അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. തൻ്റെ അസാന്നിധ്യം ശിഷ്യരെ
ആശങ്കാകുലരാക്കുമെന്ന് അറിഞ്ഞ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുന്ന ആലോചനകളാണ് ഇതിൽ നൽകുന്നത്. സഹായി, ആശ്വാസകൻ അല്ലെങ്കിൽ വക്താവ്, പാരക്ലീറ്റോസ് എന്ന് വിളിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന യേശുവിൻ്റെ വാഗ്ദാനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നൽകുന്നത്. പരിശുദ്ധാത്മാവിലൂടെ സംഭവിക്കുന്ന 2 പുതുക്ക ഭാവങ്ങളാണ് ഇന്നത്തെ വേദഭാഗത്ത് കർത്താവ് പഠിപ്പിക്കുന്നത്. ഒന്ന്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യപ്പെടുത്തൽ. പാപം, നീതി, ന്യായവിധി എന്നിവയെക്കുറിച്ച് ആത്മാവ് ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അത് പരമ്പരാഗതമായി ആത്മീയ യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. എന്നാൽ വിശാല അർത്ഥത്തിൽ കാണുമ്പോൾ പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഉള്ള പരാമർശമായും ഈ വാക്കുകളെ മനസ്സിലാക്കാൻ കഴിയും. സൃഷ്ടിയിൽ നിന്നുള്ള മനുഷ്യൻ്റെ അകൽച്ചയായ പാപം തുറന്നു കാട്ടുന്ന, ഭൂമിയുമായും പരസ്പരവുമുള്ള ശരിയായ ബന്ധത്തിലൂടെ രൂപപ്പെടുന്ന നീതിക്കായി നമ്മെ വിളിക്കുന്ന പാരിസ്ഥിതിക അനീതിയുടെ കാരണക്കാരെന്ന നിലയിൽ നമുക്ക് ന്യായവിധി ഉണ്ട് എന്ന അവബോധം നൽകുന്ന പരിശുദ്ധാത്മാവാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നു. വ്യക്തിപരമായ ധാർമ്മികതയ്ക്ക് ഉപരിയായി ആളുകളെയും പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന വിശാലമായ വ്യവസ്ഥകളെയും പെരുമാറ്റങ്ങളെയും കുറിച്ച് വെളിപ്പെടുത്തുകയും അനീതി ഘടനകളെ ചെറുക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുകയും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ആത്മാവിൻ്റെ ഉത്തരവാദിത്വം. 2, സകല സത്യത്തിലേക്കുമുള്ള വഴി നടത്തൽ. ആത്മാവിൻ്റെ മാർഗനിർദ്ദേശം ചലനാത്മകവും നിരന്തരവും ആണ്. പരിശുദ്ധാത്മ പ്രവർത്തനം വ്യവസ്ഥാപിതമായ ധാരണകളെയും അറിവുകളെയും തിരുത്തി കുറിക്കുന്നതായിരിക്കും. വഴി നടത്തും എന്ന തർജ്ജമയുടെ മൂലപദത്തിൻ്റെ അർത്ഥം നയിക്കുകയും വഴി കാണിക്കുകയും ചെയ്യും എന്നാണ്. ആത്മാവിന് കർത്താവ് നൽകുന്ന വിശേഷണം സത്യത്തിൻ്റെ ആത്മാവ് എന്നാണ്. അതുപോലെ സത്യത്തിനും ഒരു വിശേഷണമുണ്ട്, സകല എന്നതാണത്. യേശുവിലൂടെയും കാണപ്പെടുന്ന ദൈവത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആത്മാവ് പുതിയതോ വ്യത്യസ്തമോ ആയ സത്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല, മറിച്ച് യേശു ഇതിനകം നൽകിയ വെളിപ്പെടുത്തലിനെ ആഴത്തിലാക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആത്മാവിൻ്റെ മാർഗനിർദ്ദേശം യേശുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ തുടർച്ചയാണ്. ഉള്ളടക്കം അതേപടി നിലനിൽക്കുന്നു എന്നർത്ഥം. പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കുന്നില്ല എന്ന് കർത്താവ് പറയുമ്പോൾ ആത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ലഭിക്കുന്നത് മാത്രമേ ആശയവിനിമയം നടത്തുന്നുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത്. തൃത്വത്തിനുള്ളിലെ ഐക്യത്തെ ഈ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, ഭാവി സംഭവങ്ങളുടെ വെളിപ്പെടുത്തലും പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യമാണ് എന്ന് കർത്താവ് പറയുന്നു. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പിൽക്കാല മർമ്മങ്ങളും വെളിപ്പെടുത്തും എന്നാണ് പറയുന്നത്. പോപ്പ് ഫ്രാൻസിസ് വിശ്വാസ സമൂഹത്തോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത് ശ്രദ്ധേയമാണ്. Let us pray that each of us listen with our hearts to the cry of the earth and of the victims of environmental disasters and the climate crisis, making a personal commitment to care for the world we inhabit. നീതി, സമാധാനം, സൃഷ്ടിയുടെ നിലവിളി, ഭൂമിയുടെയും പരിസ്ഥിതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ പ്രതിസന്ധികളുടെയും ഇരകളുടെയും നിലവിളി കേൾക്കുവാൻ നമ്മെ സജ്ജരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലൂടെ സർവ്വ സൃഷ്ടിയെയും പുതുക്കേണമേ. ആമേൻ.